നിങ്ങൾ ചിലപ്പോൾ ഇൻസ്റ്റയിൽ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ ക്യാപ്ഷൻ ഇങ്ങനെയായിരുന്നു, അതായത് സ്റ്റാർ പ്ലസിലെ മഹാഭാരത സീരിയലിലെ നടൻ ഇപ്പോൾ വളരെ ദയനീയ അവസ്ഥയിലാണ് എന്നായിരുന്നു. ഇതെന്താണ് സംഭവമെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു സീരിയലിലെ എല്ലാ നടന്മാരും അന്ന് ആ ഒരു സീരിയൽ കഴിഞ്ഞു ഇപ്പോൾ എവിടെയാണ്, നിലവിൽ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാം. ഈ ഒരു സീരിയൽ ഇറങ്ങിയത് 2013 ടൈമിലാണ്. ഇപ്പോൾ ഏകദേശം 13 കൊല്ലമാവാൻ പോകുന്നു. ഈ ഒരു സീരിയൽ ഇറങ്ങിയ ടൈമിൽ നിങ്ങൾ ഏഷ്യനെറ്റിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായി താഴെ കമ്പിയാണ്. ഇതൊരു സീരിയൽ ആണെങ്കിലും ഇതിന്റെ ക്രിയേറ്റേഴ്സ് മുഴുവൻ ഇതിലേക്ക് നന്നായി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരു മഹാഭാരത സീരിയൽ ഉണ്ടായിരുന്നു, അതും വളരെ മികച്ചതാണ്. പക്ഷെ പിന്നീട് വന്നതിൽ ഏറ്റവും മികച്ചത് ഈ ഒരു സീരിയലാണ്. ഇത് പലതവണ ഏഷ്യനെറ്റിൽ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഏഷ്യനെറ്റ് പ്ലസിൽ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഷോ ക്രിയേറ്റ് ചെയ്ത സ്റ്റാർ പ്ലസും പലതവണ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്തെന്നാൽ എപ്പോൾ ടെലികാസ്റ്റ് ചെയ്താലും ഇതിന് ഹൈ TRP ആണ്. നമുക്ക് ഇപ്പൊ കണ്ടാലും ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും, നല്ല റിപ്പീറ്റ് വാല്യൂ ആണ്. ഇതിലെ കാസ്റ്റിംഗ്, BGM, ആക്ടിങ് എല്ലാം വളരെ മികച്ചതായിരുന്നു. ഇനി നമ്മുടെ രാജമൗലി ഫ്യൂച്ചറിൽ മഹാഭാരത സിനിമ എടുത്താൽ ഇതൊരു സീരിയൽ ആണെങ്കിലും അതും ഇതുമായി എന്തായാലും ആളുകൾ കമ്പയർ ചെയ്ത് നോക്കും, അത് ഉറപ്പായ ഒരു കാര്യമാണ്. ഇതിനു മുമ്പ് ഇറങ്ങിയ മഹാഭാരതം അത് 1988ലാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം ആ ഒരു ടൈമിലെ ടെക്നോളജി വളരെ വീക്കാണ്. പക്ഷെ ഉള്ള ടെക്നോളജി യൂസ് ചെയ്തു ആ ഒരു കാലത്ത് 9 കോടി ബഡ്ജറ്റിൽ BR ചോപ്ര എന്ന വ്യക്തി ഈ ഒരു സീരിയൽ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ഇത് ദൂരദർശനിൽ ടെലികാസ്റ്റ് ചെയ്തു വളരെ വലിയൊരു വിജയം നേടി. സ്റ്റാർ പ്ലസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ടെക്നോളജി നന്നായി വളർന്നു. സ്റ്റാർ പ്ലസിന് ഒരു നിർബന്ധമുണ്ടായിരുന്നു, ഇതൊരു സീരിയലാണ്, സിനിമയല്ല. അതിന്റെ ചില ലിമിറ്റേഷൻസ് ഉണ്ടാവുമെങ്കിലും ഒരു സീരിയലിന് കൊടുക്കാൻ പറ്റാവുന്നത് ഏറ്റവും ബെസ്റ്റ് തന്നെ കൊടുക്കണമെന്നുള്ളത്. അങ്ങനെ 100 കോടി ബഡ്ജറ്റ് ഇട്ടു. 100 കോടി ബഡ്ജറ്റിൽ 267 എപ്പിസോഡ് ഇറക്കണം. അതിന് ഈ ഒരു ബഡ്ജറ്റ് പോരായെങ്കിലും ഉള്ള ബഡ്ജറ്റിൽ മാക്സിമം ക്വാളിറ്റി അവർ ഓരോ എപ്പിസോഡും പുറത്തിറക്കി. നമ്മൾ നോക്കേണ്ടത് ഈ ഗെയിം ഓഫ് ത്രോൺസ് പോലെയുള്ള ഹോളിവുഡ് TV ഷോസ് ഒരു എപ്പിസോഡിന് മാത്രം 125 കോടി രൂപ ചെലവാക്കും. നമ്മൾ നോക്കേണ്ടത് ഇവരുടെ കയ്യിലെങ്ങാനും ഇങ്ങനെ ഒരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും എന്നുള്ളതാണ്. ഈ ഒരു സീരിയലിന്റെ സ്പെഷ്യാലിറ്റി എന്തെന്നാൽ ഇതിലെ BGM വളരെ മികച്ചതാണ്. എല്ലാ ക്യാരക്ടറിനും വളരെ മികച്ച BGM ഉണ്ട്. ഇതുപോലെ ടോട്ടലി 200-ന് മേലെ തീം മ്യൂസിക് ഉണ്ട്, 5-10 സോങ്സും ഉണ്ട്. ഇതിലെ മ്യൂസിക്കും ആക്ടിങ്ങും ആളുകളെ ഇമോഷണലി കണക്ട് ചെയ്തു. ഇതിലെ തീം മ്യൂസിക് കമ്പോസ് ചെയ്തത് സിനിമ മ്യൂസിക് ഡയറക്ടേഴ്സ് ആയിട്ടുള്ള നമ്മുടെ അജയ് അതുലാണ്, അതായത് ആ ഒരു ടൈറ്റിൽ മ്യൂസിക്. ഇതുപോലെ ഇസ്മാലി ദർബാർ, ലെനിൻ നന്ദി, അങ്ങനെ മറ്റു ചില മ്യൂസിക് ഡയറക്ടേഴ്സ് ചേർന്നാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്തത്. ഒട്ടുമിക്ക എല്ലാ ക്യാരക്ടേഴ്സിനും മ്യൂസിക് ഉണ്ട്. നമുക്കപ്പോൾ ആദ്യം ഈ ഒരു നടനെ നോക്കാം, അതായത് കൃഷ്ണന്റെ ക്യാരക്ടർ ചെയ്ത സൗരഭ് രാജ് ജയ്. കൃഷ്ണ ക്യാരക്ടറിന് ഇദ്ദേഹം വളരെ പെർഫെക്റ്റ് ആയിരുന്നു. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പലരുടെയും റിംഗ് ട്യൂൺ ആയിരുന്നു. ഇതുപോലെ ഈ ഒരു സീരിയലിൽ കൃഷ്ണ ക്യാരക്ടറിന് ഒരുപാട് മ്യൂസിക് ഉണ്ട്. സൗരഭ് രാജ് ജയിന്റെ ബാക്ക്ഗ്രൗണ്ട് ചെറുപ്പത്തിൽ വളരെ ഹാർഡായിരുന്നു. അച്ഛൻ ചെറുപ്പത്തിലേ മരണപ്പെട്ടു, അമ്മയായിരുന്നു വളർത്തിയത്. ചെറുപ്പത്തിൽ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തായിരുന്നു സൗരഭ് രാജ് ജയ് കോളേജിലെ ഫീസ് അടച്ചിരുന്നത്. ആൾക്ക് അഭിനയിക്കാൻ വളരെ ഇൻട്രസ്റ്റ് ആയിരുന്നു. അങ്ങനെ മുംബൈയിലോട്ട് പോയി. പക്ഷെ ആൾക്ക് അങ്ങനെ ചാൻസ് ഒന്നും കിട്ടിയില്ല, ഹൈറ്റ് കൂടുതലാണ്. അങ്ങനെയൊക്കെയുള്ള ചെറിയ കാരണങ്ങൾ പറഞ്ഞ് ആളെ റിജക്ട് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ പതുക്കെ ആൾക്ക് ചെറിയ പരസ്യങ്ങളിൽ ചാൻസ് കിട്ടി. നമ്മൾ ഈ കാണുന്ന മലയാളം പരസ്യം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഞാനും ഇത് പലതവണ കണ്ടിട്ടുണ്ട്. ഇതിലാളുണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഞാനിത് ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഹൈറ്റിന്റെ പേരിൽ ആദ്യം ഒഴിവാക്കിയെങ്കിലും പിന്നീട് ആൾക്ക് ചാൻസ് കിട്ടി തുടങ്ങി. നമ്മൾ ആളുടെ ഹൈറ്റ് നോക്കി കഴിഞ്ഞാൽ 6 അടി 3 ഇഞ്ച് ഹൈറ്റ് ആണ്. മഹാഭാരതം സീരിയലിൽ ഏറ്റവും കൂടുതൽ ഹൈറ്റ് ഉള്ള 2ാമത്തെ നടനാണിത്. 1ാമത്തെ നടനെ നിങ്ങൾക്ക് അറിയായിരിക്കും, അറിയില്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് നോക്കാം. അങ്ങനെ ആൾക്ക് പല സീരിയലിൽ ചാൻസ് കിട്ടി തുടങ്ങി. അങ്ങനെ കൈലാസനാഥൻ സീരിയലിൽ മഹാവിഷ്ണുവിന്റെ റോൾ ചെയ്യാൻ ചാൻസ് കിട്ടി. ആ ഒരു സീരിയലിൽ വളരെ വലിയൊരു വിജയം നേടി. അതിലെ ശിവം, വിഷ്ണു, പാർവതി ഈ റോളുകളെല്ലാം ഫേമസ് ആയി. അങ്ങനെ ഈ ഒരു സീരിയൽ പകുതിയായപ്പോൾ സൗരഭ് രാജ് ജയിനും ഹൈ സാലറി കിട്ടി തുടങ്ങി. ഈ ഒരു സീരിയൽ ഏകദേശം 820 എപ്പിസോഡ് പുറത്തിറക്കി. ഈ ഒരു സീരിയലിന്റെ ഇടയിൽ തന്നെ ആൾക്ക് മറ്റൊരു സീരിയലിന്റെ ഓഫർ കിട്ടി, അതായിരുന്നു മഹാഭാരത സീരിയൽ. ആ ഒരു റോള് കൂടി കിട്ടിയപ്പോൾ സൗരഭ് രാജ് ജയിന് അതൊരു ലൈഫ് ചേഞ്ചിങ് ആയിരുന്നു. ഈ ഒരു പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങിയത് അത് സൗരഭ് രാജ് ജയിനായിരുന്നു. 2.5 ലക്ഷം രൂപയായിരുന്നു ഓരോ എപ്പിസോഡിനും ഇദ്ദേഹത്തിന്റെ സാലറി. ഈ ഒരു പ്രോഗ്രാം മുഴുവൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ക്യാരക്ടറിലായിരുന്നു. അങ്ങനെ കൃഷ്ണന്റെ ആ ഒരു റോള് വളരെ മികച്ചതായിരുന്നു, ഇദ്ദേഹത്തിന്റെ ഐക്കോണിക് ക്യാരക്ടറായി മാറി. അങ്ങനെ ഈ ഒരു സീരിയൽ കഴിഞ്ഞു
മഹാകാളി എന്ന സീരിയലിൽ സൗരഭ് രാജ് ജെയിൻ ശിവന്റെ ക്യാരക്ടറും ചെയ്തിരുന്നു. ഈ ഒരു സീരിയൽ ഹിറ്റ് ആണെങ്കിലും എനിക്ക് തോന്നുന്നത് ശിവന്റെ റോളിനേക്കാൾ ആൾക്ക് പെർഫെക്റ്റ് മാച്ചിങ് കൃഷ്ണന്റെ അല്ലെങ്കിൽ മഹാവിഷ്ണുവിന്റെ റോളാണ്. ശിവന്റെ റോൾ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് മറ്റേ നടൻ തന്നെയാണ്, അതായത് മോഹിത് റൈന. മഹാഭാരത സീരിയലിൽ നമ്മുടെ മോഹിത് റൈന ഉണ്ടായിരുന്നു. ഇനി രാമായണ സിനിമയിൽ വരുന്നുണ്ട്. നിലവിൽ സൗരഭ് രാജ് ജെയിൻ എന്ത് ചെയ്യുന്നെന്നാൽ സംഗമർമാർ തൂതടുക്കൻ മെഹന്തി ഈ 2 സീരിയലിൽ അഭിനയിക്കും. ഇതുപോലെ മേരെ കൃഷ്ണ എന്നൊരു സ്റ്റേജ് ഷോ ചെയ്തിരുന്നു. ഇത് ഇൻസ്റ്റയിലെല്ലാം അത്യാവശ്യം വൈറലായിരുന്നു. അടുത്തത് നമ്മുടെ അർജുനനാണ്. ഷഹീർ ഷെയ്ഖ് എന്ന വ്യക്തിയാണ് ഈ ഒരു ക്യാരക്ടർ ചെയ്തത്. അർജുനൻ ക്യാരക്ടറിന് പെർഫെക്റ്റ് ആയിരുന്നു ഇദ്ദേഹം. ഇതുപോലെ അർജുനൻ ക്യാരക്ടറിന്റെ മ്യൂസിക് വളരെ മികച്ചതാണ്. ഷഹീർ ഷെയ്ഖ് പിന്നീട് ബാരിഷ് എന്നൊരു ആൽബം സോങ് ഇറക്കി. ഇത് ഏകദേശം 795 മില്യൺ വ്യൂസ് നേടി, ഏകദേശം 1 ബില്യന്റെ അടുത്ത്. അതായത് വേൾഡ് വൈഡായി ഹിറ്റായി. മഹാഭാരത സീരിയലിന്റെ ഓരോ എപ്പിസോഡിനും ഇദ്ദേഹം 2.25 ലക്ഷം രൂപ വാങ്ങിയിരുന്നു. ഈ ഒരു സീരിയലിൽ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങിയ 2ാമത്തെ നടനാണ് ഇദ്ദേഹം. നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഈ സീരിയൽ നടന്മാർക്ക് ഡെയിലി എങ്ങനെയാണ് ഇത്രയും വലിയൊരു സാലറി എന്ന്. ഇത് ഹിന്ദി സീരിയലിൽ മാത്രമല്ല, ഏത് സീരിയലാണെങ്കിലും നമ്മുടെ മലയാളം അടക്കം ഹൈ TRP റേറ്റിംഗ് ഉള്ള സീരിയലാണെങ്കിൽ നടി നടന്മാർക്ക് നല്ല സാലറി ഉണ്ടാവും. കാരണം ഒരു ദിവസം തന്നെ ഒരുപാട് എപ്പിസോഡുകൾ ഷൂട്ട് ചെയ്യും. അപ്പോൾ നിലവിലെ ആൾ എന്ത് ചെയ്യുന്നെന്നാൽ അബ് ഹോഗ ഹിസാബ് എന്നൊരു ആമസോൺ സീരീസിൽ അഭിനയിക്കുന്നു. ഇതുപോലെ ഏതിൽ സുന രഹാക്കെ എന്നൊരു നെറ്റ്ഫ്ലിക്സ് സീരീസ് വരുന്നുണ്ട്, അതിലും അഭിനയിക്കുന്നുണ്ട്. ഇതുപോലെ ബാരിഷ് പാട്ടിന്റെ സെക്കൻഡ് പാർട്ട് നിലവിൽ പ്രീ പ്രൊഡക്ഷൻ വർക്കിലാണ്. ഈ ഒരു സീരിയലിൽ അർജുനനടക്കം എല്ലാ ക്യാരക്ടേഴ്സിനും മാസ് സീനുകളും മാസ് BGMകളും ഉണ്ട്. അടുത്തത് നമ്മുടെ കർണനാണ്. അഹാൻ ശർമ്മ എന്ന നടനാണ് കർണൻ എന്ന ക്യാരക്ടർ ചെയ്തത്. ഈ ഒരു സീരിയലിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള 2 ക്യാരക്ടേഴ്സ് ആയിരുന്നു അർജുനനും കർണനും. കർണനും വളരെ മാസ് BGM ആണ്. കർണൻ ക്യാരക്ടറിന് ഇദ്ദേഹം വളരെ പെർഫെക്റ്റ് ആയിരുന്നു. കർണനും കുന്തിയുമായുള്ള സീനുകളെല്ലാം വളരെ ഇമോഷണലാണ്. 2 പേരും ഒരു ഫ്രെയിമിൽ വരുമ്പോൾ വളരെ ഇമോഷണലായ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. വളരെ മികച്ച സീനുകളാണ്. ഇദ്ദേഹം ഒരു ഹിന്ദി സീരിയൽ നടനാണ്. പല സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. വിദ്യുത് ജാമവാലിന്റെ പവർ എന്ന സിനിമയിലൊക്കെ ഉണ്ട്. ഈ ഒരു സീരിയലിന്റെ ഓരോ എപ്പിസോഡിനും 1.25 ലക്ഷം രൂപയായിരുന്നു ഇദ്ദേഹത്തിന്റെ സാലറി. മഹാഭാരതം സീരിയൽ കഴിഞ്ഞ് ഇദ്ദേഹം വിക്രം വേദ എന്ന സീരിയലിൽ അഭിനയിച്ചു. ഇതും വലിയൊരു വിജയം നേടി. നിലവിലെ ആൾ എന്ത് ചെയ്യുന്നെന്നാൽ സ്റ്റാർ പ്ലസിന്റെ തന്നെ സമ്പൂർണ എന്ന സീരിയലിൽ അഭിനയിച്ചു. അടുത്തത് യുധിഷ്ഠിരൻ എന്ന ക്യാരക്ടറാണ്. രോഹിത് ഭരദ്വാജ് എന്ന വ്യക്തിയാണ് യുധിഷ്ഠിരൻ എന്ന ക്യാരക്ടറെ ചെയ്തത്. പാണ്ഡവരുടെ ചേട്ടനായ യുധിഷ്ഠിരന് ഇദ്ദേഹം വളരെ മികച്ച പെർഫോമൻസ് ആയിരുന്നു. നിലവിലെ ആൾ എന്ത് ചെയ്യുന്നെന്നാൽ ന്യോപ്പിയ എന്ന സീരിയലിൽ അഭിനയിച്ചു. മഹാഭാരത സീരിയലിൽ ഇദ്ദേഹത്തിന് ഓരോ എപ്പിസോഡിനും 50,000 രൂപ സാലറി ഉണ്ടായിരുന്നു. അടുത്തത് നകുലൻ എന്ന ക്യാരക്ടറാണ്. ബീന റാന എന്ന വ്യക്തിയാണ് നകുലൻ എന്ന ക്യാരക്ടർ ചെയ്തത്. ഇദ്ദേഹം ഒരു ഹിന്ദി സീരിയൽ നടനും ഒരു മോഡലും കൂടിയാണ്. ഓരോ എപ്പിസോഡിനും 35,000 രൂപയായിരുന്നു സാലറി. ഇദ്ദേഹം നിലവിൽ പോയ്സൺ 2 എന്ന സീരീസിൽ അഭിനയിച്ചു. ചെറിയ ചെറിയ സിനിമയിലും അഭിനയിക്കുന്നു. അടുത്തത് സഹദേവനാണ്. ലവന്യ ഭരദ്വാജ് എന്ന വ്യക്തിയാണ് ഈ ഒരു സഹദേവൻ ക്യാരക്ടറെ ചെയ്തത്. ഓരോ എപ്പിസോഡിനും ഇദ്ദേഹത്തിന് 35,000 രൂപയായിരുന്നു സാലറി. ഇദ്ദേഹം നിലവിൽ ചെറിയ TV ഷോസിൽ അഭിനയിച്ചിരുന്നു. ഇപ്പോൾ മോഡലിംഗ് ചെയ്യുന്നു. അടുത്തത് നമ്മുടെ ദുര്യോധനനാണ്. അർപ്പിത് രംഗ എന്ന നടനാണ് ഈ ഒരു ദുര്യോധനൻ ക്യാരക്ടറെ ചെയ്തത്. ഇദ്ദേഹം ഒരു മോഡലാണ്, സിനിമാ നടനുമാണ്. ഈ ഒരു സീരിയലിൽ വളരെ മികച്ചൊരു വില്ലൻ പെർഫോമൻസ് ആയിരുന്നു ഇദ്ദേഹം. ആളെ കാണാൻ തന്നെ ഒരു വില്ലൻ ലുക്കുണ്ട്. ഓരോ എപ്പിസോഡിനും ഇദ്ദേഹം 80,000 രൂപ സാലറി വാങ്ങിയിരുന്നു. ഈ ഒരു സീരിയലിന് ശേഷം ഇദ്ദേഹം രാധാകൃഷ്ണ സീരിയലിലെ വില്ലനായി. ഇതിൽ പാണ്ഡവരുടെ വില്ലനാണെങ്കിൽ അതിൽ കൃഷ്ണന്റെ വില്ലനായിരുന്നു, അഥവാ നമ്മുടെ കംസൻ. നിലവിലെ ആള് മോഡലിംഗ് ചെയ്യുന്നു. പല പല സിനിമയിലും അഭിനയിക്കുന്നുണ്ട്. കണ്ണപ്പ സിനിമയിലും ഉണ്ടായിരുന്നു. ഇതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ മേരെ കൃഷ്ണ സ്റ്റേജ് ഷോയിൽ ഇദ്ദേഹവും ഉണ്ടായിരുന്നു. അടുത്തത് ദുശാസനൻ എന്ന ക്യാരക്ടറാണ്. ഇദ്ദേഹവും വളരെ വടക്ക് വില്ലനായിരുന്നു. ഈ ഒരു സീരിയലിൽ 2 പേരും വളരെ മികച്ചൊരു വില്ലൻ പെർഫോമൻസ് ആയിരുന്നു. നിർഭയ് ബതുവ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹം ഒരു ബോഡി ബിൽഡറും കൂടിയാണ്. ഇദ്ദേഹത്തിന്റെ ഓരോ എപ്പിസോഡിന്റെയും സാലറി 30,000 രൂപയായിരുന്നു. പിന്നീട് ഇദ്ദേഹം
മഹാവീർ ഹനുമാൻ സീരിയലിൽ ഹനുമാനായി അഭിനയിച്ചു. അടുത്ത കാലത്ത് ഇറങ്ങിയ ഹനുമാൻ സീരിയലിൽ പെർഫെക്റ്റ് കോസ്റ്റ്യൂമായിരുന്നു ഇത്. നിലവിൽ ഇദ്ദേഹം പുതിയൊരു രാമായണ സീരിയൽ വരുന്നുണ്ട്, അതിൽ ഹനുമാനായി അഭിനയിക്കുന്നു. ഇതുപോലെ ഒരു ഗണേശ സീരിയൽ വരുന്നുണ്ട്, അതിൽ വില്ലനായി അഭിനയിക്കുന്നു. അടുത്തത് ശകുനി എന്ന ക്യാരക്ടറാണ്. പ്രണീത് ഭട്ട് എന്ന വ്യക്തിയാണ് ഈ ഒരു ക്യാരക്ടറെ ചെയ്തത്. ഈ ഒരു സീരിയലിൽ ശകുനി കോമഡിയും വില്ലനിസവും മിക്സ് ആയി വളരെ മികച്ചൊരു പെർഫോമൻസ് ആയിരുന്നു. ആൾക്ക് ഈ ഒരു സീരിയലിൽ ഒരു ഐക്കോണിക് ഡയലോഗ് ഉണ്ട്. നമ്മുടെ പുത്ര ഇദ്ദേഹത്തിന്റെ ഓരോ എപ്പിസോഡിന്റെ സാലറി 85,000 രൂപയായിരുന്നു. ഇദ്ദേഹത്തിന് മികച്ചൊരു BGM ഉണ്ട്. ഇദ്ദേഹം നിലവിൽ ഒരു സിനിമയിൽ അഭിനയിച്ചു, ഒരു രാമായണ സീരിയലിലും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മേരെ കൃഷ്ണ സ്റ്റേജ് ഷോയിൽ ഇദ്ദേഹവും ഉണ്ടായിരുന്നു. അടുത്തത് നമ്മുടെ പാഞ്ചാലി ക്യാരക്ടറാണ്. പാഞ്ചാലി ക്യാരക്ടർ ചെയ്തത് പൂജ ശർമ്മയാണ്. ഓരോ എപ്പിസോഡിനും 1.5 ലക്ഷം രൂപയായിരുന്നു സാലറി. ഈ ഒരു സീരിയലിന് ശേഷം കണ്ണന്റെ രാധ സീരിയലിലും ഉണ്ടായിരുന്നു, ആ ഒരു സ്റ്റേജ് ഷോയിലും ഉണ്ടായിരുന്നു. അടുത്തത് നമ്മുടെ ഭീഷ്മ ക്യാരക്ടറാണ്. ആരവ് ചൗധരിയാണ് ഭീഷ്മ ക്യാരക്ടറെ ചെയ്തത്. ഇതിൽ ഇദ്ദേഹം ആ ഒരു ക്യാരക്ടറിന് മാച്ചായ വളരെ പവർഫുൾ പെർഫോമൻസ് ആയിരുന്നു. ഈ ഒരു സീരിയലിൽ ഇന്ത്യയിൽ ഒട്ടുമിക്ക ഭാഷകളിലും ഡബ് ചെയ്തു, എല്ലാ ഭാഷയിലും വളരെ മികച്ച ഡബിങ്. ഈ ഒരു സീരിയലിൽ ഭീഷ്മ ക്യാരക്ടറിന്റെ ഒരു സ്പീച്ചും ഉണ്ട്, പാണ്ഡുവിനെ പറ്റിയുള്ള ഇമോഷണൽ ആയ ഒരു സ്പീച്ചാണ്. ഈ ഒരു സീരിയലിൽ ഒരുപാട് സാഡ് സീനുകളുണ്ട്, അങ്ങനെയുള്ള വളരെ ടച്ചിങ് ആയ ഒരു എപ്പിസോഡായിരുന്നു. പക്ഷെ ഇതിൽ സ്പീച്ച് മാത്രമേ ഉള്ളൂ, അതായത് ഭീഷ്മ ക്യാരക്ടർ സ്പീച്ച് പറയും, സീനുകളൊന്നും കാണിക്കാതെ തന്നെ ആളുടെ വളരെ മികച്ച പെർഫോമൻസ് കൊണ്ട് അത് വളരെ ടച്ചിങ് ആയ ഒരു എപ്പിസോഡാക്കി മാറ്റി. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുക. ഓരോ എപ്പിസോഡിന് 85,000 രൂപയായിരുന്നു സാലറി. നിലവിൽ ഇദ്ദേഹം വീർ ഹനുമാൻ എന്ന സീരിയലിൽ അഭിനയിച്ചു. ഇതുപോലെ പല സിനിമയിലുമുണ്ട്, വിവേകം സിനിമയിലൊക്കെ ഉണ്ടായിരുന്നു. അടുത്തത് ധൃതരാഷ്ട്രർ എന്ന ക്യാരക്ടറാണ്. താക്കൂർ അനൂപ് സിംഗ് എന്ന നടനാണ് ഈ ഒരു ക്യാരക്ടറെ ചെയ്തത്. ഭീഷ്മ ക്യാരക്ടറും ധൃതരാഷ്ട്രർ ക്യാരക്ടറും വളരെ മികച്ച പെർഫോമൻസ് ആയിരുന്നു. താക്കൂർ അനൂപ് സിംഗ് ഒരു ബോഡി ബിൽഡറാണ്. 2015 മിസ്റ്റർ ഇന്ത്യ ആയിരുന്നു. ഇദ്ദേഹം ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഇപ്പോഴും സിനിമയിൽ അഭിനയിക്കുന്നു. നിലവിൽ 2 സിനിമയിൽ അഭിനയിച്ചു. അടുത്തത് ഗാന്ധാരിയാണ്. റിയ ദീപ്തി എന്ന നടിയാണ് ഗാന്ധാരി ക്യാരക്ടറെ ചെയ്തത്. ഈ ഒരു സീരിയലിൽ വളരെ ഇമോഷണൽ ആയ ഒരു ക്യാരക്ടറായിരുന്നു, വളരെ മികച്ചൊരു പെർഫോമൻസ് ആയിരുന്നു. 45,000 രൂപയായിരുന്നു ഓരോ എപ്പിസോഡിന്റെ സാലറി. ഇവർ നിലവിൽ മോഡലിംഗ് ചെയ്യുന്നു, സീരിയലിലും ആക്റ്റീവാണ്. അടുത്തത് ദ്രോണാചാര്യരാണ്. നിസാർ ഖാൻ എന്ന നടനാണ് ഈ ദ്രോണ ക്യാരക്ടറെ ചെയ്തത്. ഇദ്ദേഹം ഇതിൽ വളരെ പവർഫുൾ ആയ ഒരു ക്യാരക്ടറായിരുന്നു, മികച്ചൊരു തീം മ്യൂസിക്കും ഉണ്ട്. ഇദ്ദേഹം ഒരു സിനിമ നടനാണ്, ഇപ്പോഴും സിനിമയിൽ അഭിനയിക്കുന്നു. ഓരോ എപ്പിസോഡിനും 25,000 രൂപയായിരുന്നു സാലറി. അടുത്തത് അശ്വത്ഥാമ ക്യാരക്ടറാണ്. അനികിത് മോഹനാണ് ഈ ഒരു ക്യാരക്ടറെ ചെയ്തത്. ഇദ്ദേഹവും മികച്ചൊരു നെഗറ്റീവ് ക്യാരക്ടറായിരുന്നു. ഓരോ എപ്പിസോഡിനും 25,000 രൂപയായിരുന്നു സാലറി. നിലവിൽ സിനിമയിൽ അഭിനയിക്കുന്നു. അടുത്തത് കുന്തി ക്യാരക്ടറാണ്. ഷഫാഖ് നാസ് ആയിരുന്നു കുന്തി ക്യാരക്ടറെ ചെയ്തത്. ഈ ഒരു ക്യാരക്ടറിന് ഈ ഒരു സീരിയലിൽ ഇമോഷണൽ ആയ ഒരുപാട് തീം മ്യൂസിക് ഉണ്ട്. വളരെ മികച്ച ഒരു ഇമോഷണൽ പെർഫോമൻസ് ആയിരുന്നു. 35,000 രൂപയായിരുന്നു ഓരോ എപ്പിസോഡിന്റെയും സാലറി. നിലവിലും സീരിയലിൽ ആക്റ്റീവാണ്. അടുത്തത് നമ്മുടെ ഭീമനാണ്. സൗരവ് ഗുർജാർ എന്ന നടനാണ് ഈ ഒരു ഭീമൻ ക്യാരക്ടറെ ചെയ്തത്. നമ്മൾ ആദ്യം പറഞ്ഞ ഈ ഒരു സീരിയലിൽ ഏറ്റവും കൂടുതൽ ഹൈറ്റ് ഉള്ള നടൻ അത് ഈ ഒരു നടൻ തന്നെയാണ്. 6 അടി 8 ഇഞ്ചാണ് ഹൈറ്റ്, അതായത് ഏകദേശം 7 അടി. ഈ ഒരു ക്യാരക്ടറിന് പെർഫെക്റ്റ് ആയിരുന്നു ഇദ്ദേഹം. ഒരു മാസ് BGM ഉണ്ട്. ഓരോ എപ്പിസോഡിനും 75,000 രൂപയായിരുന്നു സാലറി. ഇദ്ദേഹം പിന്നീട് ബ്രഹ്മാസ്ത്ര സിനിമയിൽ വന്നിരുന്നു, പിന്നീട് WWE റെസ്ലിംഗിലേക്ക് പോയി. ഈ ഒരു സീരിയലിൽ കോമഡി ആയിട്ടുള്ള എന്നാൽ മാസായ ഡേഞ്ചർ ആയ ഒരു ക്യാരക്ടറായിരുന്നു നമ്മൾ ഈ കാണുന്ന റീലിൽ.
ഇത് സൗരവ് ഗുർജാർ ആണെന്നായിരുന്നു പല ക്യാപ്ഷൻസിലും ഉണ്ടായിരുന്നത്. എന്നാൽ റിയാലിറ്റി എന്തെന്നാൽ ഇത് സൗരവ് ഗുർജാർ അല്ല, വീർ മഹാൻ എന്ന ബ്രസിലറാണ്. രണ്ടുപേരെയും കാണാൻ ഒരുപോലെ ഇരിക്കും. ബ്രസിലിംഗിൽ രണ്ടുപേരും സെയിം ടീമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത് നമ്മുടെ ഭീമൻ ജ്യേഷ്ഠനല്ല. ഇനി വീർ മഹാന്റെ കാര്യം നോക്കിയാൽ ആള് WWE നിന്ന് വിരമിച്ച് നിലവിൽ സ്പിരിച്വൽ ആക്ടിവിറ്റീസിലാണ്. ഈ ഒരു ക്ലിപ്പാണ് വൈറലായത്. ഇതിനുശേഷം സൗരവ് ഗുർജാർ നമ്മൾ നേരത്തെ പറഞ്ഞ ഹനുമാൻ സീരിയലിൽ ഉണ്ടായിരുന്നു. അത് രാവണനായിട്ടായിരുന്നു. ഈ മഹാഭാരതം സീരിയലിൽ വലിയൊരു പോപ്പുലാരിറ്റി വന്നപ്പോ ഇന്ത്യക്ക് പുറത്തും ഡബ് ചെയ്തു. അങ്ങനെ മറ്റ് ഏഷ്യൻ കൺട്രീസിലും ഈ ഒരു ഷോ വലിയൊരു വിജയം നേടി. ഇന്തോനേഷ്യ, നേപ്പാള്, ബംഗ്ലാദേശ്, ശ്രീലങ്ക ഇവിടെയെല്ലാം വലിയൊരു വിജയമായിരുന്നു. ഇന്തോനേഷ്യയിൽ ഒരു മാസീവ് സക്സസ് ആയി. അന്നത്തെ വേൾഡ് കപ്പിനേക്കാൾ ഇന്തോനേഷ്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ഹൈ TRP റേറ്റിംഗ് നേടി. അങ്ങനെ മഹാഭാരതം ടീം ഇന്തോനേഷ്യയിൽ പോയി സെലിബ്രേറ്റ് ചെയ്തിരുന്നു. ഷഹീർ ഷെയ്ഖ് ഇന്തോനേഷ്യൻ പ്രോഗ്രാമിൽ അഭിനയിച്ചിരുന്നു. നമ്മൾ നോക്കേണ്ടത് ഇത് വെറും ഒരു സീരിയലാണ്. ഇതുവരെ ഈ ഒരു ലെവലിൽ ഹിറ്റായി. ഭാവിയിൽ നമ്മുടെ രാജമൗലി ഒരു ബിഗ് ബഡ്ജറ്റിൽ മികച്ചതായി ഡയറക്ട് ചെയ്തു വേൾഡ് വൈഡായി റിലീസ് ചെയ്താൽ ചിലപ്പോൾ പീക്ക് ലെവൽ ഹിറ്റായെന്ന് വരാം. കാരണം മഹാഭാരതം വേൾഡ് നമ്പർ 1 എപ്പിക്കാണ്. ഇത് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. മികച്ച ക്വാളിറ്റിയിൽ എടുത്താൽ ആർക്കും ഇതിനെ വെട്ടാൻ കഴിയില്ല. ഭാവിയിൽ രാജമൗലിയുടെ പ്രൊജക്ട് സംഭവിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.